ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴൊന്ന് സ്റ്റാൻഡിങ് ആയത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലായിരുന്നു. ഇപ്പോഴൊന്ന് ഫ്രീ ആയി. ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇവിടെ ഊബറോടല്ല ഇപ്പോൾ പണി. പിന്നെ ഇതാ രാവിലെ ഇറങ്ങി നമ്മളിതാ വെയിറ്റിങ്ങിലാണ് ഓടാൻ വേണ്ടിയിട്ട്. വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കരുത്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഒരു 300 രൂപ ഓട്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ വീട്ടിലോട്ട് പോകുകയാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഓഫ് റോഡ് എത്തി. ഓഫ് റോഡ് ഇതൊക്കെയാണല്ലേ ഈ ഊബറിൻ്റെ ഒരു പ്രത്യേകത. ഓഫ് റോഡ് പോവാ, നല്ല റോഡ് പോവാ, ആകാത്ത റോഡ് പോവാ, ഫുൾ ആണ്. ഇപ്പം നമ്മളൊരു വില്ല പോലത്തെ ഒരു സംഭവം തോന്നണേ. എന്തായാലും പോയി നോക്കാം. പക്ഷെ റോഡൊക്കെ പോരാ. അങ്ങനെ ആ ഓട്ടം കഴിഞ്ഞിട്ടോ. അതായത് നമ്മൾ നേരത്തെ ഒരു കസ്റ്റമർ എടുത്തില്ലേ 350, അത് കഴിഞ്ഞ് നമ്മളവിടെ കസ്റ്റമർ ഇറക്കിയപ്പോൾ തന്നെ നമുക്ക് വേറെ ഓട്ടം കിട്ടി. എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു വില്ലേജിക്ക്. ഇതിപ്പോൾ അവിടുന്ന് ഇപ്പോൾ കസ്റ്റമർ ഇറക്കി ഇനി നേരെ എയർപോർട്ടിലേക്ക് പോയേക്കാം. എയർപോർട്ടിൽ അടുത്തുള്ള ഫുഡും കഴിച്ച് കേരള ഹോട്ടലിന് അടുത്ത് ഫുഡും കഴിച്ചിട്ട് നേരെ എയർപോർട്ടിൽ നിന്ന് ചിലപ്പം ബാംഗ്ലൂർക്ക് ഓട്ടം കിട്ടും. ഇവിടുന്ന് ഒരു 10-36 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്ക്. അപ്പോൾ അതാണ് പറയുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടാണ്, പക്ഷേ ബാംഗ്ലൂരിൻ്റെ പുറത്താണ് എയർപോർട്ട് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ്. പിന്നെ ഈ കസ്റ്റമറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 കസ്റ്റമർ, അവിടുന്ന് ഒരു ചേട്ടൻ, ഇങ്ങോട്ടൊരു മേഡായിരുന്നു. അപ്പോൾ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ എന്തോ ഓഫീസിലാണ് വർക്ക്, IT കമ്പനിയാണ് മേഖല തോന്നുന്നത്. മറ്റേ ലാപ്ടോപ്പ് എടുത്തിട്ട് എന്തൊക്കെ കുത്തിക്കുത്തുണ്ടായിരുന്നു. അപ്പോൾ സംസാരം ഇല്ല, നമ്മുടെ സ്വാഭാവികമായിട്ട് ഇല്ല. ചിലവർ മാത്രം ശരിക്കും ലോക്കൽസാരാണ് ഇവിടെ സംസാരിക്കട്ടോ. ബാംഗ്ലൂരിലെ ആൾക്കാരാണ് അധികം സംസാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ലോക്കൽസാർ. ഈ IT മേഖല അങ്ങനെ ഓഫീസ് സർക്കിളുള്ളവരൊന്നും നമ്മളോട് അധികം സംസാരിക്കാറില്ല. ഓക്കെ, അതൊന്നാമത് അവർക്ക് ചിലപ്പം മറ്റേ ടെൻഷൻ ആവും. ഉള്ളിൽ ഓഫീസ് വർക്കിൻ്റെ പറഞ്ഞ് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലാവും. ഓക്കെ, അവർ നേരെ ഹെഡ്സെറ്റ് വെക്കും, അല്ല മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെക്കും, പാട്ട് കേൾക്കും. അവരുടെ ലോകം, നമ്മുടെ ലോകം. അങ്ങനെയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ കസ്റ്റമർ നമ്മൾ ആദ്യം 350 രൂപ കസ്റ്റമർ എടുത്തില്ല, അത് പറഞ്ഞത്. അത് ബാംഗ്ലൂർക്കാണ്. ഇതിപ്പോൾ 600 രൂപയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ടിന് അവിടെ 600 രൂപേൻ്റെ ഓട്ടമായിരുന്നു. മൊത്തം 1000 രൂപേൻ്റെ ഓട്ടം നമ്മൾ രാവിലെ 3 മണിക്കൂറിൽ ഓടി. പിന്നെ കസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. IT കമ്പനി അത് ഇതുണ്ടാവും. പിന്നെ മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേഡം വന്ന പാടെ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് OTP ഒക്കെ തന്നു. പിന്നെ പോകാനായിക്ക് ഒരു കട നിർത്തിയിട്ട് അവർക്ക് എന്തോ സാധനം മേടിക്കാന്നാണ്. ഇത് മേടിച്ചു നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഒരു താങ്ക്സും പറഞ്ഞ് ക്യാഷും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് അവർ പോയി. അപ്പം അത്രേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ സംസാരം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞപ്പം ഇതാണ് എയർപോർട്ട് റോഡ്. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുന്നത് അപ്പുറത്തും ടാക്സിക്കാർ വണ്ടികളാവും. ടാക്സി, ഓൺലി ടാക്സി. ഈ ടാക്സിക്കാർക്കാണ് ഇവിടെയുള്ള കടകളും ഇവിടെയുള്ള ഷോപ്പും ഇവിടെയുള്ള എല്ലാ സംഭവവും തുറന്ന് പ്രവർത്തിക്കുന്നത് ടാക്സിക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ്, വേറെ ആരുമില്ല. അതിനുമാത്രം ടാക്സി ഉണ്ട് ഇവിടുന്നുണ്ട്. എയർപോർട്ട് എത്തുന്ന വരെ മറ്റേ ടാക്സി ഉണ്ടാവും. എയർപോർട്ട് റോഡാണ്. എന്തായാലും ആ പൂ കണ്ടില്ല, അപ്പുറത്തും സൈഡിൽ പൂക്കലും സംഭവം. എയർപോർട്ട് റോഡ് സംഭവമാണ്. എയർപോർട്ട് സംഭവമാണ്. എയർപോർട്ടിൽ നിന്ന് ഓട്ടം കിട്ടും. എയർപോർട്ടിൽ നിന്ന് നമുക്കൊരു ഇവിടുന്ന് ഒരു ഓട്ടം മിനിമം ഒരു 1200-1000 രൂപേൻ്റെ ഓട്ടം നമുക്ക് കിട്ടും നേരെ ബാംഗ്ലൂർ. ഇപ്പോൾ ബ്ലോക്ക് ആവും ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് അത്ര ഫെയർ വരും. നമ്മൾ വെയിറ്റ് ചെയ്യാം.
കിട്ടി. കാരണം മോർണിംഗിലും ഭയങ്കര ഫുള്ള് ആൾക്കാർ ക്യൂ ആവും. ഒരു 100-300 ഉണ്ടാവും മോർണിംഗ്. അതുകൊണ്ട് നമുക്ക് അടിക്കൂല. മനസ്സിലായോ? ഇതാണ് എൻട്രൻസ്. ഇവിടെ ചെക്കിങ് കൂടുതലാണ് കേട്ടോ. ഇവിടെ ചെക്കിങ് ഉണ്ടാവും, നല്ല ചെക്കിങ്. എന്താ കഴിഞ്ഞാൽ അവിടെ ക്യാമറ കണ്ടിട്ട് വെറുതെ ഇതാണ്. ക്യാമറ ഓഫാക്കി കുഴപ്പമില്ല. നമ്മൾക്കൊന്നും വീഡിയോ അതൊക്കെ സ്വാഭാവികം. അങ്ങനെ ഇതാണ് എൻട്രൻസ്. അവിടെ ഉണ്ടല്ലേ ചെക്ക് ചെയ്യാൻ. മറ്റേ ഇതൊക്കെ തോന്നുന്നു, മറ്റേ ഡിക്കിയൊക്കെ തോന്നുന്നു ചെക്ക് ചെയ്യും. ഇടക്കൊക്കെ ചെക്ക് ചെയ്യും, എപ്പോഴും ചെക്ക് ചെയ്യില്ല. ഓൾക്ക് ഓരോ മൂഡ് അനുസരിച്ചിട്ട് ചെക്ക് ചെയ്യും. നമുക്ക് ടൈമിൽ 1 പോയേക്കാം. 1 ഇതാണ് ടൈമിൽ 1ക്കുള്ള ഡിപ്പാച്ചർ. സൂര്യൻ നേരെ ഓപ്പോസിറ്റ് ആയ കാരണം അധികം ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും ഉള്ളത് കാണാമല്ലോ. നമ്മൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടുന്ന് മറ്റേ റൈറ്റ് സൈഡിക്ക് ആണ് നമ്മളെ ഊബറിൻ്റെ പാർക്കിംഗ് കേട്ട് വരുന്നത്. നേരക്ക് ആണ് മറ്റേ ഇത് വരുന്നത്, ഡിപ്പാച്ചർ വരുന്നത്. ഇവിടെ 1 2 3 5 6 അമ്മുണ്ട്. 1 2 3 4 5 6 അമ്പ് കഴിഞ്ഞു. ഇതാണ് ഇന്റർനാഷണൽ എയർപോർട്ടിന് ടെർമിനൽ 1. ഇപ്പോൾ ഇത് അടിച്ചിട്ടില്ല, അപ്പം നമുക്ക് ബാക്കിയില്ല. അപ്പം ഞാൻ നോക്കട്ടെ, ആപ്ലിക്കേഷൻ നോക്കട്ടെ എന്താവുമെന്ന്. ഓട്ടോ അപ്പോൾ നമുക്ക് ഭാഗ്യമില്ല എന്നതാണ് സത്യം. നമുക്ക് ഓട്ടം അടിച്ചില്ല. ഇവിടെ 395 വണ്ടി ഉണ്ട് ക്യൂവിൽ. 395 വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, റിട്ടേൺ പോയി ഫുഡ് അടിച്ചു നേരെ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അടുത്ത ഓട്ടം കിട്ടും ബാംഗ്ലൂർക്ക്. അവിടുന്ന് എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ നിന്ന് എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിൽ ഓഫീസൊക്കെ പോകാണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും. അപ്പം നമുക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ആദ്യത്തെ ബ്ലോക്കാണ് മക്കളെ. ഇന്നത്തെ എയർപോർട്ടിന് അവിടെ തന്നെ ഫസ്റ്റ് ബ്ലോക്ക്. ഇവിടെ ബ്ലോക്ക് വരാൻ മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെ സൈഡിൽ വണ്ടി സൈഡാക്കും. അപ്പോൾ ഇവന് സൈഡാക്കി ഒരു കോലിൽ നോക്കി എന്താണ് ഇവനൊക്കെ വേണ്ട പണി. അല്ലാഹു അക്ബർ. പാർക്കിംഗ് നമുക്ക് കിട്ടിയില്ല ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാമെന്നറിയില്ല. എന്തായാലും പോയി നോക്കാം, കുറച്ചും കൂടെ പോയി നോക്കാം. ഇവിടെ പാർക്കിങ് അൽഹംദുലില്ലാഹ് ഹൈർ. നമുക്കൊരു പാർക്കിംഗ് കിട്ടിയാണ്. നമ്മൾ ഹോട്ടലിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. അങ്ങനെ ഫുഡ് അടിച്ചു കേട്ടോ. ഫുഡ് നല്ല 2 പൊറാട്ട, 2 ചപ്പാത്തി, ഒരു ചിക്കൻ കറി, ഒരു ചായ. 130 ഉറുപ്പ്യായി. നമ്മളൊന്ന് 1100 സംതിങ് ഓടി. അതിൽ 130 ഉറുപ്പ്യ ഡിം, 6 ഉറുപ്പ്യ നമ്മുടെ രാവിലത്തെ ഏണിങ്സ്. നമ്മൾ 4 മണിക്കൂറായിപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട്. ഇനി ഇപ്പോൾ ഓട്ടം വന്നിട്ടുണ്ട്, നോക്കട്ടെ. അത് ഓട്ടം അടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ്. ഇത് 150 ഉറുപ്പ്യൻ്റെ ഓട്ടമാണ്, 140 സംതിങ് ഉറുപ്പ്യൻ്റെ ഓട്ടമാണ്. അത് ലോക്കൽ ഓട്ടമാണ്. ഇവിടെ തന്നെ ആവും. ചിലപ്പോൾ ഇവിടെ നിർത്തി വേറെ എയർപോർട്ടിങ് ഉണ്ടാവും, അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ തന്നെ ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ആണ് കസ്റ്റമർ നിൽക്കണം കേട്ടോ. എന്താ ഇവരാണ് ഇവർ. അങ്ങനെ ആ കസ്റ്റമർ അതാ ആ കടയിൽ അതാ ഫുഡ് കഴിക്കണമെന്നോ പോയി. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഓട്ടം ഇല്ല. ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചു. അപ്പോൾ ഇവിടെ ഓട്ടമില്ല എന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത ലൊക്കേഷന് ഹൈവേൻ്റെ അവിടെ പോയി ഇരിക്കാം. അപ്പോൾ ഓട്ടം ഇവിടെ ആയതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ 5 കൂടുമ്പോൾ ഓട്ടം വേണ്ടതാണ്. നമുക്ക്
നേരിട്ട് യൂട്ടൺ അടിച്ച് നമുക്ക് അവിടെ പോകും. ഇവിടുന്ന് ഹൈവേക്ക് റിട്ടേൺ പോവാണ്. നേരെ റോഡ്, ആ റോഡ് ആ ലാസ്റ്റാണ് നമ്മൾ ഹൈവേ എത്തും. സ്ഥലം എന്ന് പറയാണ് അടിപൊളി ഏരിയ കേട്ടോ. ഇങ്ങോട്ട് വന്നാലേ ഈ ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ഏരിയ. എനിക്കിഷ്ടം ഇങ്ങനെ ഓടാണ് പുറത്ത്. പക്ഷെ ഓട്ടം കിട്ടില്ല എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടം കിട്ടിയാൽ അടിപൊളിയായിരുന്നു. പക്ഷെ കിട്ടൂല, അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. കുറേ നേരം വെയിറ്റ് ചെയ്താലേ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതായത് ഹൈവേയിലേക്ക് കയറി. അവിടെ നിന്നിട്ട് ഓട്ടം കിട്ടുമെന്നൊക്കെ മനസ്സിലായി. ഇവിടെ ഒരു വള്ളം ഉണ്ട്. അതായത് വണ്ടി കിണക്ക് അവിടെ 2 കുപ്പി വെള്ളം എടുക്കണം. എൻ്റെ വൈപ്പർ വെള്ളമില്ല തോന്നണം. ഇവിടെ ഇവിടെ ആണ്. എന്തായാലും അവിടെ പോയിട്ട് 2 വെള്ളം എടുത്തിട്ട്, ഇതാണ് ലൊക്കേഷന്, വെള്ളത്തിൻ്റെ ലൊക്കേഷന്. ഇത് എൻ്റെ അറിവിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വണ്ടികളും ആൾക്കാർ വാഷിങ്ങും എല്ലേതും ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അവിടെ പോയിട്ട് ഒരു കുപ്പി വെള്ളം എടുക്കട്ടെ, 2 കുപ്പി വെള്ളം എടുക്കാം. ഇതേ കാണുന്നു അവിടെ വെള്ളം. എന്താ സംഭവം എന്നറിയില്ല. ഒരു 5 മാസമായിട്ട് വെള്ളം അവിടെ ഉണ്ട്. അതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇതാ ഞാൻ ഈ വെള്ളം ഇതാ ഇതിങ്ങനെ ചാടിട്ടുള്ളൂ. ഇവിടുന്നാണ് വണ്ടി വാഷിങ്ങിൻ്റെ എല്ലാവരും വണ്ടി വാഷിംഗ് ഒക്കെ ചെയ്യൽ ഇവിടുന്നാണ്. ഞാനത് വെള്ളം എടുത്ത് മറ്റേ വൈപ്പർ വെള്ളം ഒഴിച്ചു. ഉഷാറായി. ഇനി നമുക്ക് പോകാം. ഇവിടെ എപ്പോഴും വെള്ളം കേട്ടോ. ഏത് നേരത്തെ വന്നാലും ഇവിടെ വെള്ളത്തിന് കമ്മിയില്ല. വെള്ളം എപ്പോഴും ഉണ്ട്. നമ്മളെ കുറച്ചുണ്ട് വന്നപ്പോഴത്തേന് വണ്ടി സൈഡാക്കിട്ടോ. അങ്ങനെ ഓടിയിട്ട് CNG കത്തിച്ച് കാര്യമില്ല. ഇവിടെ കുറേ ഫ്ലാറ്റ് ഉണ്ട്. അവിടുന്ന് ചിലപ്പം ബാംഗ്ലൂർക്ക് സിറ്റിക്ക് ഓട്ടം കിട്ടും. 2 ഓട്ടം വന്നിട്ടോ അപ്പോഴത്തിന്. അതെന്ന് വെച്ചാൽ 2 ഓട്ടം വേറെ ആൾക്കാർ അപ്പോഴത്തെ എടുത്ത്, മറ്റേ 2 അനദർ ഡ്രൈവർ എടുത്ത് മാച്ചാക്കി. ഇനി അടുത്ത ഓട്ടത്തിന് വെയിറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. മുടി വെട്ടണം. ഞായറാഴ്ച അനിയൻ്റെ കല്യാണം ഉണ്ട്, നാട്ടിൽ പോകണം. ഒക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. വീഡിയോ ഇനി ഞാൻ എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ 3-4 വീഡിയോ കിട്ടാൻ ശ്രമിക്കുക. ഊബറിൽ എന്താ പ്രശ്നം, നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കണ്ണ് തെറ്റിയ വണ്ടി ആക്സിഡൻ്റ് ആവുകയെ, അങ്ങനത്തെ റോഡല്ലേ. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് കാത്തു നിന്നിട്ടില്ല അവിടെ. അപ്പോഴത്തേനും ഓട്ടോ അടിച്ചിട്ടോ. ഒരു 375 ഉറുപ്പിൻ്റെ ഒരു 14 കിലോമീറ്റർ യലഹങ്കാന്ന് വരും. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. അപ്പോൾ ഇവിടുന്ന് റൈറ്റിക്കാണ് നമ്മൾ ലൊക്കേഷൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഫുള്ള് ബ്ലോക്ക് തന്നെ ഔട്ടോ. ഇനിയിപ്പോൾ പോയ പോലൊന്നും പറ്റൂല പോക്ക്. മെയിൻ ഓട്ടോറിച്ച് കറണ്ടില്ല. പോകും അവർക്കൊന്നും നിയമം ബാധകമേ അല്ല. നമ്മൾ അങ്ങോട്ട് പോട്ടെ, പോയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇവിടെ റോഡ് ഭയങ്കര കച്ചറയാണ്. ഇനി ഇവിടുന്ന് 2 മിനിറ്റത്തെ യാത്ര ഉണ്ട്. ഇവിടെന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം റോഡാണ്. റോഡ് കുറച്ച് നല്ല റോഡും പിന്നെ ആകാത്ത റോഡാകും. അവിടെ ഫ്ലാറ്റിൽ വന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലാറ്റിലാണ് തോന്നുന്നത് കസ്റ്റമർ. എന്തായാലും പോയി നോക്കട്ടെ. അങ്ങനെ കസ്റ്റമർ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡാണ് പറ്റാത്തത്. ഒക്കെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ അധികം ബ്ലോക്ക് ഇല്ല കേട്ടോ.
ഇനിയിപ്പോൾ സിറ്റിയിലേക്ക് പോകുന്നുണ്ടാവും, അപ്പോഴാവും ഇനിയിപ്പോൾ ബ്ലോക്കിൻ്റെ ഇത് കാണണമെങ്കിൽ. അങ്ങനെ നമ്മൾ ആ ഒരു കസ്റ്റമർ ലൊക്കേഷനൊക്കെ പോണ് കണ്ടോ, ഇതാണ് ഓഫ് റോഡ്. ഹൈവേന്ന് എല്ലാ കസ്റ്റമർ ലൊക്കേഷനിക്ക് ഒരു ഓഫ് റോഡ് ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത, ഈ വില്ലേജ് ലൈഫിലത്തെ പ്രത്യേകത അതാണ്. ടയർ കുഴപ്പമില്ല, പക്ഷെ അടി തട്ടുമോ നോക്കിയാൽ, അടി തട്ടിയാൽ പിന്നെ നോക്കണ്ട. പിന്നെ അടി തട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ലീക്ക് കാര്യം വന്നപ്പോഴാണ് നമുക്ക് പണി കിട്ടുക. എന്തായാലും നിങ്ങൾ പോട്ടെ, ഒരു 300 മീറ്റർ ഉണ്ടാകുന്നുണ്ട്. എന്തോ ഹോട്ടലാണ്, ഹോട്ടലും കാര്യങ്ങളൊക്കെ. പുല്ലുണ്ടല്ലോ അവിടെ, അതിൽക്കൂടെ ഇങ്ങനെ പോവാ. അടി എൻ്റെ അരുവി റോഡില്ല കേട്ടോ ഇവിടെ. ഡാൻസ് കളിച്ചിട്ട് യാത്ര ചെയ്യാം. ഇത് ഏതോ ഗാണ്ടിക്ക് എത്തി നമ്മൾ കേട്ടോ. ഏതായാലും കുളിച്ച് ഞങ്ങൾക്ക് നനഞ്ഞ് കയറാറുണ്ട്. എൻ്റെ ലോറിക്കാരാ ചവിട്ട്. ലോറിക്കാർ അങ്ങോട്ടാണോ അങ്ങോട്ടല്ല, അടുത്തേന്ന് റൈറ്റ് കയറാറുള്ളത്. നമ്മൾ കഷ്ടപ്പെടുക ഇരിക്കാനുള്ള ലോറിക്കാരങ്ങോട്ട് കയറ്റുള്ളൂ. അപ്പം ഇനി ഞങ്ങളങ്ങോട്ട് പോവും. സത്യമേ ആ ലോറിക്കാരങ്ങോട്ട് എടുത്തില്ലേ ബാക്കിലേക്ക്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. നമുക്ക് ബാക്കിൽ ഏതേലാത്ത റോഡുണ്ട്, ഈ കൂടെ കയറേണ്ടി വരും. അവസ്ഥകൾ എന്ന് പറയാം. ഇവിടെ റോഡുണ്ട്, ഇതിൽ കൂടാണ്ട് കയറേണ്ടി വരും. അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് എത്തും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഊബർ ലൈഫ് മാൻ. ഊബർ ലൈഫ് ഗ്രാമങ്ങളുടെ ഒരു യാത്ര. ഇവരാണോ കസ്റ്റമർ എന്നൊരു സംശയം. കുട്ടികളെ കൈയും കാലും. അരെ ഊബർ. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കസ്റ്റമർ പോയില്ലേ, അവരെടുത്ത് അവർ കൊണ്ടാക്കി. അവരൊരു മലയാളി ആയിരുന്നു കേട്ടോ. ആലപ്പുഴയിലെ ഫാമിലി ആയിരുന്നു. ഓക്കെ, അവർ ആലപ്പുഴയായിരുന്നു. 2 അമ്മമാരും 2 മക്കളും. അങ്ങനെ അപ്പം നമുക്ക് അടുത്ത ഓട്ടോ അടിച്ച് ഞാൻ ബാക്കി വിശേഷം പറയാം. അപ്പം നമ്മൾ ഓട്ടോ അടിച്ചത് ഫാമിലി മലയാളീസ് ആയിരുന്നു. ഇന്ന് ആദ്യത്തെ മലയാളിയാണ്. ആദ്യം കിട്ടിയത് ഒരു ലോക്കല്, പിന്നെ ഒരു രാജസ്ഥാൻ, പിന്നെ ഇവിടെ ഒരു ഹിന്ദിക്കാർ. അങ്ങനെ 4ാമത്തെ ഭാഷ സംസാരിക്കുന്നവരെ പരിചയപ്പെട്ടു. അതിലൊന്ന് മലയാളി. ഇതിപ്പോൾ അവർ ഇറക്കിയപ്പോൾ ഒരു ഓട്ടം കൂടി കിട്ടി. ഇതിപ്പോൾ 6ാമത്തെ ഓട്ടമാണ്. ഞാൻ വേറൊരു അമ്മച്ചിൻ്റെ ഓട്ടം കിട്ടിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഇത് 6ാമത്തെ ഓട്ടമാണ് പിടിക്കാൻ പോകുന്നത്. ഇതിവിടെ എടുത്തന്നെ ഒരു 2 കിലോമീറ്റർ അമ്മച്ചിനടുക്ക സ്ഥലത്ത്. നമ്മൾ മലയാളി ഫാമിലി ഇറക്കിയ പാട് വേറെ ഒന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ പോയി. ഇതൊരു ഉള്ളേരിയാണ്. അതായത് ബാംഗ്ലൂർ എത്തിയാൽ മതി. നമ്മൾ സിറ്റിയിലെ കാഴ്ച കാണാം. ഓക്കെ, നമുക്ക് ബാംഗ്ലൂർ സിറ്റി എങ്ങനെയുണ്ട്, എന്താണ് പാടെന്നൊക്കെ നമുക്ക് ഇനി കാണാം. ഓക്കെ, ഞാൻ സൂക്ഷിച്ചോടിക്കേണ്ട ടൈം. എവിടെ നിന്നൊക്കെ ബൈക്കും ഓട്ടോറിക്ഷ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിച്ചാൽ ആക്സിഡൻറ്റ് ഇല്ലാണ്ട് ഒഴിവായി പോകാം. പിന്നെ അമ്പ് കാണൂല. അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇവിടെ. അമ്മച്ചി അങ്ങോട്ട് മാത്രം നോക്കുള്ളൂ, ഇങ്ങോട്ട് നോക്കണേ ഇല്ല.
കാരണം നമ്മളെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഓട്ടം കിട്ടി. ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കണക്കാവും, പറ്റുന്നിടത്ത് ഞാൻ എടുക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ആ കസ്റ്റമറെ ഇറക്കി ഒരു കോളേജ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവർ സ്ഥലം നേപ്പാൾ. ഇന്ന് എത്ര സ്ഥലത്തുനിന്ന് ആൾക്കാരെ പരിചയപ്പെട്ടു. അവർ സംസാരിച്ചത് OTP തന്നു, എന്നോട് എവിടെ ചോദിച്ചു, സ്ഥലം എവിടെ ചോദിച്ചു, കേരള എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഇവിടുത്തെ ആളാവില്ല എന്ന്. കാരണം എന്താ ചോദിക്കാനെന്ന് വെച്ചാൽ അവരെന്നെ വിളിച്ചു. അപ്പോൾ ലൊക്കേഷൻ അവർ ഹിന്ദിയിലും എന്തൊക്കെ ഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അപ്പോൾ സംശയം, അപ്പോൾ ഓളി ചോദിച്ചത് അതാണ്. പിന്നെ നല്ല സ്പ്രേ അടിച്ചു കേട്ടോ, ഒടുക്കത്തെ മണമായിരുന്നു. അവർ പോയി എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടി, ഒരു 1100 ഒരു ഫോട്ടോ കിട്ടിയിരിക്കണേ. എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ് ആൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് കാണും. ഓക്കെ, നമുക്ക് വണ്ടിയിൽ മോളിക്കൂടെ ട്രെയിന് അങ്ങനെ നല്ല കാഴ്ചയല്ലേ, മോളിക്കൂടെ ട്രെയിന് പോവാ. അതിപ്പോൾ നമ്മൾ വേറെ ഇൻട്രസിറ്റി പറഞ്ഞു, ഇൻട്രസിറ്റി അങ്ങോട്ട് ഇല്ല, അത്രയും ഇൻട്രസിറ്റി ഒരു ഉള്ളേരിക്കൂടൊക്കെ പോകണം. അങ്ങനെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ആ കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. കസ്റ്റമർ പോയി, അതൊരു ഫാമിലിയായിരുന്നു, ഒരു കുട്ടിയും ഭർത്താവും ഭാര്യയും. അങ്ങനെ അവർ ഇറക്കി. കുഴപ്പമില്ല, ഹിന്ദിക്കാരാണ്, സംസാരം ഹിന്ദി എനിക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് അങ്ങോട്ട് സംസാരിച്ചു. CNG അടിക്കണം, 2 കട്ടുണ്ട്, ഏതോ ഒരു ഉള്ളേരിയാണ്, പക്ഷെ അടിപൊളി ലൊക്കേഷൻ, മലയും കാര്യം. ഞാൻ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു, അപ്പം മനസ്സിലാവും എന്ത് സ്ഥലം അറിയോ. ഇതാണ് ലൊക്കേഷന്. ഇതാണ് വെള്ളം, അടിപൊളി വെള്ളാട്ടോ. ഞാൻ കണ്ണു വെച്ചിരിക്കും. അപ്പുറത്തെ സൈഡിലേക്ക് കിട്ടൂല, അവിടെ ഇതുണ്ട്. സ്ഥലം എങ്ങനെയുണ്ട്, നല്ല മലയും കാര്യങ്ങളും പൊളിയല്ലേ. ഈ ഫെയിം എങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോട്ടം കിട്ടാൻ കേട്ടോ, അതിൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇങ്ങനെ ലോങ് ഡ്രൈവ്. അതെനിക്ക് കിട്ടലുണ്ട് കേട്ടോ, വെറുതെ അല്ല. ഇനി കാഴ്ചയുണ്ട്, ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞങ്ങൾ വേറെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാൻ വരുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട്, അതായത് റോഡ് അടിപൊളി, അതും കൂടി കാണും. ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ടായിട്ടത്. അപ്പുറത്തും തെങ്ങിൻ തോട്ടം, അതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ കൃഷികളും, ഒരു അടിപൊളി റൂട്ട്. എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല, ഫ്രീ റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റിയ റൂട്ടാണ്. എല്ലാവരും ഈ വഴിയൊന്നും ഇത് നമ്മളെ എന്താ പറയുക കറക്റ്റ്. ഇത് നേരെ മറ്റേ ഗുണ്ടൽപേട്ട ഇപ്പോൾ ചാടും കേട്ടോ. ഗുണ്ടൽപേട്ട റോഡാണത്, ഗുണ്ടൽപേട്ട റോഡ്. നമ്മളെ മൈസൂർ ടച്ച് ചെയ്യാത്ത റോഡാണ്, അടിപൊളി ലൊക്കേഷനാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒറ്റ മിനിറ്റ്, അടിപൊളിയാവും, ഇഷ്ടപ്പെടും. അങ്ങനെ പോകുമ്പോഴാണ് മറ്റേ കരിമ്പ് ജ്യൂസ് ലൊക്കേഷൻ. അങ്ങനെ അടിപൊളി ലൊക്കേഷൻ അല്ലേ, അവിടെ ഒരു കരിമ്പ് ജ്യൂസ് കട. ഓട്ടർഷയിലെ കരിമ്പ് വെക്കണേ. നമ്മൾ നാട്ടിലെ പോയതല്ല, അടിപൊളി ലൊക്കേഷൻ. ഇവിടെ പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ്, നാട്ടിൽ പോലെ ഗ്ലാസ്സല്ല. കുടിച്ചോക്കട്ടെ എന്താ പാടുന്നത്. കരിമ്പ് ജ്യൂസ് കുടിച്ച് സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റാണ് കരിമ്പ് ജ്യൂസ്. അടിപൊളി അടിപൊളി അടിപൊളി. കരിമ്പ് ജ്യൂസ് കിട്ടില്ല എന്ന് പറയാം ബാംഗ്ലൂർ വന്നിട്ട്. കരിമ്പ് ജ്യൂസ് പറയുമ്പോൾ നമ്മളെന്ത് പറയുന്നത് അറിയാം, ഇഞ്ചി ഇടണ്ടെന്ന് പറയണം, ഓൺലി ലെമൺ പ്രത്യേകം പറയണം. അങ്ങനെ പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി ഇട്ടാൽ ടേസ്റ്റ് മാറും, ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ബാക്കിയുള്ള വ്യൂ ഇങ്ങനെ കാണണ്ടേ, ഇതൊരു സംഭവം.
അപ്പോൾ ഒന്ന് ഇതടിക്കണം, യൂട്ടടിക്കണം. ഇനി ഒന്നുകൂടി ബാക്കിൽ പോകണം. അത് നിങ്ങൾ നമ്മൾ ഈ വളവിൽ തിരിഞ്ഞ് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അങ്ങനൊന്ന് കാണിട്ടു. ഞാനിപ്പോൾ ഇത് പോണ വഴിയില്ല, ഞാൻ പോകുമ്പോൾ കണ്ടതാണ്. പക്ഷെ പോകുമ്പോൾ കസ്റ്റമറിൻ്റെ കാരണം എടുക്കാൻ പറ്റില്ല. അത് കണ്ടോ, ഇവിടെ നോക്കി എന്താ വ്യൂ. എങ്ങണ്ട് മക്കളെ, മല കുന്നു റോഡന്നെ കണ്ടങ്ങള് സൂപ്പറല്ലേ? ചീര് പഞ്ഞു പോകണം. ഇത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങണ്ട് വ്യൂ, ഏതാ റോഡ്. ഇന്നിപ്പോ നഷ്ടാണെങ്കിലും ഇങ്ങനത്തെ വ്യൂ കിട്ടിയില്ലേ? വല്ലാത്ത. ഇന്ന് ഫസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടി, അടിപൊളി ലൊക്കേഷനും കിട്ടി. ഇതൊക്കെയാണ് ഊബറിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകണ്ട, നമുക്ക് സേഞ്ച് അടിക്കണം. 2 കട്ട സേഞ്ച് കൂടി ഞാനുണ്ട്. വണ്ടിയിട്ട് ബൈക്ക് നിന്ന് എന്ത് ചെയ്യും, ആരോട് പറയും? നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടം കിട്ടിയിട്ടോ. ഞാൻ അവിടുന്ന് ആ ഇൻഡസ്ട്രി വരുമ്പോൾ തന്നെ ഞാനൊന്ന് സ്റ്റോപ്പാക്കിയിട്ട് അടുത്ത ഓട്ടത്തിന് വെയിറ്റ് ചെയ്ത്. അങ്ങനെ അടുത്ത ഓട്ടം കിട്ടിയിരിക്കണേ. അതും ഇതേമാതിരി ഉള്ളേരിയാണ്. ഇവിടെ നിന്നാണ് കസ്റ്റമർ. ഇവിടുന്ന് 670 റുപ്യൻ്റെ ഓട്ടമാണ്. എടുക്കാമെന്ന് ഞാൻ നോക്കിയില്ല, അപ്പോൾ ഞാൻ എന്തായാലും എടുക്കുക വിചാരിച്ച് എടുത്തു. ഈ സ്ഥലത്ത് നോക്കി എത്ര നായ്ക്കളറിയോ? 1 2 3 4 5 6 7 നായ്ക്കളുള്ളൂ ഇവിടെ. സത്യത്തിൽ ഇവിടെ മനുഷ്യന്മാരില്ലേ? മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്തേക്ക് ആവശ്യമാണ് എന്നെ കൊണ്ടുപോയി ഈ കസ്റ്റമർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ കസ്റ്റമറെ ഇറക്കി ഈ കസ്റ്റമറിൻ്റെ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം. ഇവരാണ് തോന്നുന്നത് കസ്റ്റമർ. എന്താണ് നോക്കട്ടെ ഞാൻ എന്താ അവസ്ഥ. ഓക്കെ, പിന്നെ അങ്ങനെ 2 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട് ആ കസ്റ്റമർ നമ്മൾ ഇറക്കിയിട്ടോ. അത് 680 റുപ്യൻ്റെ ഓട്ടയായിരുന്നു. ഇനിയിപ്പോൾ വേറെ കസ്റ്റമർ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെടുക്കാൻ പോവാം. ഇതൊരു ഫാമിലി ആയിരുന്നു. ഒരു സംസാരിക്ക് വരെ പാകില്ല. 2 മണിക്കൂറായില്ലേ വണ്ടിയിൽ. ഇനി ഫുൾ ബ്ലോക്കാണ്. അതാണ് മെയിൻ പ്രശ്നം. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് 1.5 ബ്ലോക്ക്. കണ്ണ് കാണോ ഇല്ല. വണ്ടി ഓടിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അങ്ങനെ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 12 ഓട്ടം ഓടി 4500 റുപ്യ ഏണിങ്സ്. ഒരു 1500 റുപ്യോളം ഫുഡും CNG ആയിട്ട് പോയ ബാക്കി 3000 റുപ്യ പോക്കറ്റിലേക്ക് വന്നു. നല്ല മഴയാണ്. ഇനി വണ്ടി നിർത്തി സൈഡാക്കി ഒന്ന് ഉറങ്ങുക. ആഹാ, അതിനിപ്പോൾ വേണമെങ്കിൽ ഫുഡ് വേണമെന്നുണ്ട്. പക്ഷേ ഫുഡ് ഇനിയിപ്പോൾ എവിടെ എന്താണെന്ന് അറിയില്ല. നോക്കട്ടെ, ചിലപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യാം. അപ്പോൾ അത് ബ്ലോക്കൊന്നും അവർ കൊടുത്തു തന്നോളൂ. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക്. നോക്കട്ടെ എന്താ വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കരുത്.